എറണാകുളത്ത് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും വീണ്ടും ഗ്രൂപ്പ് പോര് മൂർച്ഛിക്കുന്നു. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലിലേക്കാണ് തർക്കങ്ങൾ നീങ്ങുന്നത്. ഇടക്കാലത്തുണ്ടായ ഐക്യം തകർന്ന് പ്രവർത്തകർ ചേരിതിരിഞ്ഞതോടെ സമരങ്ങൾക്കും പൊതുപരിപാടികൾക്കും ആളെ കൂട്ടാനാകുന്നില്ല. യൂത്ത് കോൺഗ്രസിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. തൃക്കാക്കര മണ്ഡലത്തിലെ ഭാരവാഹികളെ നിയമിച്ചതിൽ തുടർച്ചയായി തഴയപ്പെട്ടതിൽ ഉമാ തോമസ് MLA പരസ്യ പ്രതിഷേധം നടത്തിയതോടെയാണ് ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും AI ഏറ്റുമുട്ടലുണ്ടായത്. മണ്ഡലത്തിലെ ഭാരവാഹികളെ നിയമിക്കുന്നതിൽ താൻ തുടർച്ചയായി അവഗണിക്കപ്പെടുകയാണെന്ന് ഉമാ തോമസ് കോൺഗ്രസ് നേതൃത്വത്തോട് പരാതിപ്പെട്ടിരുന്നു. DCC ഓഫീസിലെത്തി പരാതിപ്പെട്ടതിന് ശേഷം പിന്നീട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉമാ തോമസിനെ ഫോണിൽ വിളിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചെന്നും പരാതിയുണ്ടായിരുന്നു. ദേശീയ നേതൃത്വത്തിലേക്ക് വരെ പരാതി എത്തുന്ന സ്ഥിതിയുണ്ടായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഇതോടെ ജില്ലയിൽ കോൺഗ്രസിൽ ഇടക്കാലത്തുണ്ടായ ഐക്യം തകർന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പരിപാടികൾ നടത്തുന്ന സ്ഥിതിയുമുണ്ടായി. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിലും പടലപ്പിണക്കവും ഗ്രൂപ്പ് പോരും പരസ്യമാണ്. ഐ ഗ്രൂപ്പിലെ സിജോ ജോസഫിനെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ തലപൊക്കിയത്. A വിഭാഗം സ്ഥാനാർത്ഥി PH അനൂപനായിരുന്നു ഏറ്റവും അധികം വോട്ട് ലഭിച്ചത്. വധശ്രമ കേസിൽ ഉൾപ്പെട്ടത് ചൂണ്ടിക്കാട്ടി മറുവിഭാഗം നീക്കങ്ങൾ നടത്തിയതോടെ രണ്ടാം സ്ഥാനത്തെത്തിയ I വിഭാഗം സ്ഥാനാർത്ഥി സിജോ ജോസഫിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടെ A ഗ്രൂപ്പ് പ്രതിഷേധ സമരങ്ങളിൽ നിന്ന് പോലും വിട്ടുനിൽക്കുകയും ചിലയിടത്ത് സമാന്തര പരിപാടികൾ നടത്തുകയും ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ചിലും പ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞു. 11 മണിക്ക് DCC ഓഫീസിൽ നിന്ന് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച മാർച്ച് കോൺഗ്രസ് നേതാക്കൾ അടക്കമെത്തി ആരംഭിച്ചപ്പോൾ സമയം 1 മണിയുമായി. ഇതോടെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് സമര പരിപാടികളെ പോലും ബാധിക്കുന്ന സ്ഥിതിയായി. ജനം, കൊച്ചി.